അങ്ങനെയല്ല, അവനാണ് രക്ഷകൻ, അവനാണ് പരിപാലകൻ, അവനാണ് ബലി, അവനാണ് സമാധാനദാതാവ്, അവനാണ് കരുണാമയൻ, അവനാണ് ജീവദായകൻ. ഞാൻ പൗലോസ്, ഞാൻ പത്രോസ്, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ, അവന്റെ പോരാട്ടത്തിന്റെ ഭടന്മാർ, അവന്റെ വചനം പാലിക്കുന്നവർ, അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ. ഞങ്ങളുടെ ആയുധം സ്നേഹമാണ്, ഞങ്ങളുടെ രാജാവ് ദൈവമാണ്. എല്ലാം ലളിതമാണ്. എങ്കിലും നിന്റെ വിശ്വാസക്കുറവ് നിനക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുമെന്ന് ഒരു നിർബന്ധവുമില്ല. നിനക്കൊരു കഴിവുകളുടെ വിശ്വാസമുണ്ടെങ്കിൽ ഇതെല്ലാം നിനക്ക് മനസ്സിലാക്കാം. അല്ല, ക്രിസ്തു എന്തും ജീവിക്കുന്നുണ്ട്. വരൂ, നിനക്ക് കാണിച്ചു തരാം. നോക്കൂ, അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ മരണപ്പെട്ടത്. സ്നേഹം, അതൊന്ന് മാത്രം. മനുഷ്യർക്ക് ഭൂമിയിലേക്ക് വന്നതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും എന്തിന്? അതിനെല്ലാം ഉത്തരം സ്നേഹമാണ്. അവൻ മരിച്ചപ്പോൾ സ്നേഹവും മരിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. സ്നേഹം മരിക്കില്ല. സ്നേഹം ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും നമ്മളിൽ ജീവിക്കുന്നു. എനിക്ക് ഇനിയും സംശയമുണ്ട്. വരൂ, ഞാൻ ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകാം. അവസാനമായിട്ട് ചോദിക്കുക, താൻ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാമോ? അവരും ദൈവത്തിന്റെ മക്കളാണ്. അവരിലും ഈശോയുടെ സ്നേഹമുണ്ട്. അവരെ കൂടുതൽ സ്നേഹിക്കണം. അവിടെയാണ് യഥാർത്ഥ സന്തോഷം. എന്റെ ഈശോ 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 അതിന് മാത്രം ഈശോയുടെ ആരാണ്? അവനേക്ക് എന്ത് ചെയ്യുന്നു? അവനാണ് രക്ഷകൻ. ഇവനൊരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കരുത്. എന്നാൽ അവനൊക്കെ പഠിക്കൂ. ഇവന്റെ ദൈവം ഇവനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഈശോയെ, ഈശോയെ, ഈശോ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ ജീവൻ ആഗ്രഹിക്കുന്നു. അതെ, ആ സ്നേഹത്തെ പറ്റി തന്നെ. സ്നേഹം അത് വിശ്വാസമാണ്. അത് തിരികെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ കീറുന്ന ചങ്ങലയോ തിരങ്ങുന്ന കൈത്താളമോ ആണ്. സ്നേഹം പരമാർത്ഥമാണ്. ഈ നാളെ അതെ, വരൂ, നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം.
പോയടാ. അതേടാ നിന്റെ അമ്മ കിട്ടണൂടാ അമ്മാതിരി കുടിയാണ് നീ കുടിക്കാൻ പോടാ. കുടിക്കണ നീ കുടിക്കണ നീ നീ ഇവനും കൂടി തുടങ്ങാം കുടിക്കണി കുടിക്കേ എന്നാ നീയും കുടിക്കേ എല്ലാരും കുടിച്ചു അച്ഛനെ പണിയൊന്നുമില്ല ഞങ്ങളെ നന്നാക്കാൻ നടക്കാം മോനെ എന്താണ് പ്രശ്നം? ഞാൻ കുടിച്ചു വെച്ചാ അത് സാരമില്ല മോനെ, ആരുമില്ലാത്തവർക്ക് ദൈവം കൂടെയുണ്ട്. ഞാനിതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, ഒരിക്കലുമല്ല. ആത്മീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകം പേരും ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ആരോഗ്യമില്ലാത്തവരെ സൂക്ഷിക്കുന്നു? നിങ്ങളാണോ ദൈവത്തിന്റെ മക്കൾ? ഇവരാണ് വിവരണവാദികൾ, മതപരിവർത്തകർ, നമ്മുടെ ശത്രുക്കൾ. ഇവരെ പിടിച്ചു വെക്ക്. ഇവർ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. കണ്ടോ ഒരു മറുപടി പറയാതിരിക്കുന്നത്? മറുപടി പറയും വിശ്വാസികളെ. ദൈവമേ, നിന്റെ കരുണ അനന്തമാകുന്നു. ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് നിന്റെ കൃപയിലാണ്. ഞങ്ങളുടെ പാദങ്ങൾക്ക് വെളിച്ചവും വഴികളിൽ പ്രകാശം നീ തരണമേ. ഇതാ സ്നേഹത്തിന്റെ ബലി. സ്നേഹം അതിമധുരമാണ്. ഇവർ പ്രണയിക്കുന്നത് ദൈവത്തെയാണ്. പ്രണയം വരുന്നത് ഹൃദയത്തിന് നിറവിലാണ്. അതും ദൈവസ്നേഹത്തെ പറ്റി. വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മറ്റുള്ളവർ നിങ്ങളെ ദ്വേഷിക്കുകയോ അവഹേളിക്കുകയോ നിങ്ങളുടെ പേര് ദുഷിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അനേകം വിദ്യാർത്ഥികളും ഇതുപോലെയുള്ള പാപത്തിന്റെ വലയങ്ങളിൽ പെട്ടുപോകുന്നു. വരൂ, നിനക്ക് അവിടെയും കൂടി നമ്മൾ കാണിച്ചു തരാം. പുതിയ സാധനം കുറച്ച് പൈസ എനിക്ക് വേഗം അയക്കില്ല. അവിടെ കിട്ടി ചേട്ടാ, പൈസ പോയില്ലോ. അത് ഇതുവരെ തിരിച്ചു വിളിച്ചില്ല. കളിക്കാൻ വേണ്ടി പേടിച്ചാണ്. അമ്മ വേറെ കാര്യമൊക്കെ ഇതിന് എന്റെ കാര്യമാണോ? അമ്മേനെ പറഞ്ഞില്ലേ ഇതിന് എന്റെ കാര്യമാണ് പറഞ്ഞേ? ആ ശരി അമ്മേ, ഞാൻ ഇത് ആവർത്തിക്കില്ല.
ദിവ്യഗാനത്തിന്റെയും വാനം പാടി. അവൻ ഹൃദയങ്ങളിലാണ് പീഡിപ്പിക്കപ്പെട്ടത്. അവന്റെ ഇഷ്ടാലയം നൽകി. അയ്യോ പാവം. എന്റെ മോനും ഈശോയ്ക്ക് വേണ്ടി മരിക്കുമോ? ഈശോയാണ് ജീവൻ, അവനെ ഞാൻ സ്നേഹിക്കുന്നു. 2000 വർഷം കടന്നുപോയിട്ടും എപ്പോഴാണ് ക്രിസ്തുവേ വീണ്ടും വരിക? വീണ്ടും ക്രൂശിക്കപ്പെടാനല്ല, അടുത്ത കാലത്തോളം ഞങ്ങളോടൊപ്പം ജീവിക്കാൻ. വീണ്ടും